1 ദിനവൃത്താന്തം അധ്യായം 6. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. അമ്രാമിന്റെ സന്താനങ്ങൾ അഹറോൻ, മോശ, മിറിയാം. അഹറോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. എലയാസറിന്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനെഹാസ്, അബിഷുവ, ബുക്കി, ഉസി, സെറഹിയ, മെരായോത്ത്, അമരിയ, അഹിത്തൂബ്, സാദോക്, അഹിമാസ്, അസറിയ, യോഹനാൻ. ജെറൂസലമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ, അമരിയ, അഹിത്തൂബ്, സാദോക്, ഷല്ലൂം, ഹിൽക്കിയ, അസറിയ, സെരായ, യഹോസദാക്ക്. നെബൂഖദ്നേസറിന്റെ കരത്താൽ കർത്താവ് യൂദായെയും ജെറൂസലമിനെയും നാടുകടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. ഗർഷോമിന്റെ പുത്രന്മാർ ലിബ്നി, ഷിമയി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹലി, മൂഷി. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. ഗർഷോമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിബ്നി, യഹത്ത്, സിമ്മ, യോവാഹ്, ഇദ്ദോ, സെറാഹ്, യത്രായി. കൊഹാത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമിനാദാബ്, കോറഹ്, അസീർ, എൽക്കാന, എബിയാസാഫ്, അസീർ, തഹത്ത്, ഉരിയേൽ, ഉസിയ, ഷാവൂൾ. എൽക്കാനായിക്ക് അമാസായി, അഹിമോത്ത് എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അഹിമോത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന, സോഫായ്, നഹത്ത്, ഏലിയാബ്, യറോഹാം, എൽക്കാന. സാമുവേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ ജോയേൽ, രണ്ടാമൻ അബിയ. മെറാറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മഹ്ലി, ലിബ്നി, ഷിമയി, ഉസ്സ, ഷിമയ, ഹഗിയ, അസായ. പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്ക് നിയമിച്ചത്. സോളമൻ ജെറൂസലമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിനു മുമ്പിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര: കൊഹാത്യകുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ. ഹേമാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ, സാമുവേൽ, എൽക്കാന, യറോഹാം, എലിയേൽ, തോവാഹ്, സൂഫ്, എൽക്കാന, മഹത്ത്, അമാസായ്, എൽക്കാന, ജോയേൽ, അസറിയ, സഫനിയ, തഹത്ത് അസീർ, എബിയാസാഫ്, കോറഹ്, ഇസ്ഹാർ, കൊഹാത്ത്, ലേവി, ഇസ്രായേൽ. ഹേമാന്റെ വലതുഭാഗത്ത് നിന്ന അവന്റെ സഹോദരൻ ആസാഫ്. ആസാഫിന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബറേഖ്യ, ഷിമയ, മിഖായേൽ, ബാസേയ, മൽക്കിയ, യത്നി, സേറഹ്, അദായ, ഏഥാൻ, സിമ്മ,
ഷിമയി, യാഥാൻ, ഗർഷോം, ലേവി. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടതുഭാഗത്തു നിന്ന്. അവരിൽ പ്രമുഖൻ ഏഥാൻ. ഏഥാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി, അബ്ദി, മല്ലൂക്ക്, ഹഷാബിയ, അമസിയ, ഹിൽക്കിയ, അമസി, ബാനി, ഷേമർ, മഹലി, മൂഷി, മെറാറി, ലേവി. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു. ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹന ബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അഹ്റോന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലയാസർ, ഫിനെഫാസ്, അബീഷുവ, ബുക്കി, ഉസി, സെറാഹിയ, മെറായോത്ത്, അമയ്യ, അഹിത്തൂബ്, സാദോക്ക്, അഹിമാസ്. അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും. അഹ്റോന്റെ സന്തതികളിൽ കൊഹാത്യകുലത്തിന് ആദ്യം കുറിവീണു. അവർക്ക് യൂദാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനാണ് കൊടുത്തത്. അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷ്തെമോവ, ഹീലേൻ, ദബീർ, ആഷാൻ, ബത്ഷെമെഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ, അലേമത്ത്, അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി. ശേഷിച്ച കൊഹാത്യ കുടുംബങ്ങൾക്ക് കുറിയനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് 10 നഗരങ്ങൾ നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി, ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 13 പട്ടണങ്ങൾ കൊടുത്തു. മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ, ഗാദ്, സെബലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകി. യൂദ, ശെമയോൻ, ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറി വീണതനുസരിച്ച് കൊടുത്തു. ചില കൊഹാത്യ കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി. എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെഖേം, ഗേസർ, യോക്മെയാം, ബെത്ഹോറോൺ, അയ്യാലോൺ, ഗദ്രിമ്മോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും, മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനർ, ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും: മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ, അഷ്താറോത്ത്. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദേശ്, ദബേറത്ത്, റാമോത്ത്, ആനേം. ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ, അബ്ദോൻ, ഹുക്കോക്ക്, റഹോബ്. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലെ കേദഷ്, ഹമ്മോൻ, കിരിയാത്തായിം. മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും: സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോന, താബോർ. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീക്കോയുടെ സമീപം ജോർദാന് കിഴക്ക് മരുഭൂമിയിലെ ബേസർ, യാസ, കേദേമോത്ത്, മേഫാത്ത്. ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോത്ത് ഗിലെയാദ്, മഹനായിം, ഹെബ്ഷോൻ, യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും.
1 ദിനവൃത്താന്തം അധ്യായം 7. ഇസാക്കറിന്റെ പുത്രന്മാർ തോല, ഭൂവ, യാഷൂബ്, ഷിമ്രോൻ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസ്സി, റഫായ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു. ദാവീദിന്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഉസ്സിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയയുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവരെല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിൽ നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേഖർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസ്സി, ഉസിയേൽ, ഇറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളും ആയിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 20,034 പേർ. ബേഖറിന്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, യെറമോത്ത്, അബിയ, അനത്തോത്ത്, അലെമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിന്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാന്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേഥാൻ, താർഷിഷ്, അഹിഷാഹർ. യദിയായേലിന്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിന്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. അഹറിന്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബെൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാഖീറിന്റെയും അമ്മയാണ്. മാഖീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവന്റെ സഹോദരി മാഖ. മാഖീറിന്റെ 2ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഖീറിന്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരഷ് എന്ന് പേരിട്ടു. അവന്റെ സഹോദരനായ ഷേരഷിന്റെ പുത്രന്മാർ ഊലാം, റാഖെം. ഊലാമിന്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാഖീറിന്റെ മകൻ ഗിലെയാദിന്റെ പുത്രന്മാർ ആകുന്നു. ഗിലെയാദിന്റെ സഹോദരി ഹമ്മോലേക്കത്തിന്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹല. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കം, ലിഖി, അനിയാം. എഫ്രായിമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരദ്, തഹദ്, എലയാദ, തഹദ്, സാബദ്, ഷുത്തേലഹ്. ഷുത്തേലഹിന്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കയാൽ അവന് ബെറിയ എന്ന് പേരിട്ടു. അവന്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത്ഹറോണും
ഉസൻഷേരായും നിർമ്മിച്ചു. എഫ്രായിമിൻ്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ്, തേലഹ്, തഹൻ, ലാദാൻ, അമ്മിഹൂദ്, എലിഷാമ, നൂൻ, ജോഷ്വ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബഥേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കേം, അയ്യ, മനാസയുടെ ദേശത്തിനരികെ ബത്ശയാൻ, താനാക്ക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയ, ഇവരുടെ സഹോദരി സേരഹ്. ബെറിയയുടെ പുത്രന്മാർ ഹേബർ, ബിർസായിത്തിൻ്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിൻ്റെ പുത്രന്മാർ യാഫ്ലത്ത്, ഷോമർ, ഹോഥാം, അവരുടെ സഹോദരി ഷുവ. യാഫ്ലെക്കിൻ്റെ പുത്രന്മാർ പാസാഖ്, ബിംഹാൽ, അശ്വത്ത്. അവൻ്റെ സഹോദരനായ ഷേമറിൻ്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവൻ്റെ സഹോദരനായ ഹേലമിൻ്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്ന, ഷേലഷ്, ആമാൽ. സോഫാഹിൻ്റെ പുത്രന്മാർ സുവാഹ്, ഹർനേഫർ, ഷുവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. ഏഥറിൻ്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്യേൽ, റിസിയ. ഇവർ ആഷേറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 8. ബെഞ്ചമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബൽ, അഹാര, നോഹ, റാഹ. ബേലായുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിഷുവ, നാമാൻ, അഹോവഹ്, ഗേര, ഷെഹുഫാൻ, ഹൂറാം. യേഹൂദൻ്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉസായുടെയും അഹിഹൂദിൻ്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷിം, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിന് ശേഷം ഷഹാറായിമിന് മോവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദഷിൽ, യോബാബ്, സിബിയ, മെഷ, മൽക്കാം, യവൂസ്, സഖിയ, മിർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിമിൽ അവന് അബിത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിൻ്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമദ്. ഓനോ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമദാണ്. അയ്യാലോൺ നിവാസികളുടെ പിതൃകുടുംബത്തലവന്മാരായ ബെറിയ, ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹിയോ, ഷാഷാഖ്, യറമോത്ത്. സെബദിയോ, ആരാദ്, ഏതർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബെറിയയുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെറായ്, ഇസ്ലിയ, യോബാബ് എന്നിവർ എൽപാലിൻ്റെ പുത്രന്മാർ. യാക്കീം, സിക്രി,
സബ്ദി, എലിയനായ്, സില്ലത്തായി, എലിയേൽ, അദായ, ബറായ, ഷിമ്രാത്ത് എന്നിവർ ഷിമേയിയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ഷാഷാക്കിന്റെ പുത്രന്മാർ. ഷംഷറായ്, ഷഹറിയ, അത്താലിയ, യാറഷ്യ, ഏലിയ, സിക്രി എന്നിവർ യെറോഹാമിന്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജെറൂസലമിൽ പാർത്തു. ഗിബയോന്റെ പിതാവായ യയ്യേൽ ഗിബയോണിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ. അവന്റെ ആദ്യജാതൻ അബ്തോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹിയോ, സേഖർ, ഷെമയായിയുടെ പിതാവായ മിക്ലോത്ത്. ഇവർ ജെറൂസലമിൽ ചാർച്ചക്കാരോടൊത്ത് വസിച്ചു. നേറിന്റെ മകൻ കിഷ്, കിഷിന്റെ മകൻ സാവുൾ. സാവുളിന്റെ പുത്രന്മാർ ജോനാഥാൻ, മൽക്കിഷുവ, അബീനാദാബ്, യഷ്ബാൽ. ജോനാഥാന്റെ മകൻ മെരിബാൽ. മെരിബാലിന്റെ മകൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തരേയ, ആഹാസ്. ആഹാസിന്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലമേദ്, അസ്മാവെത്ത്, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ, ബിനയ, റാഫ, എലയാസ, ആസേൽ. ആസേലിന്റെ പുത്രന്മാർ അസ്രിക്കാം, ബോഖെറു, ഇസ്മയേൽ, ഷയാരിയ, ഒബാദിയ, ഹനാൻ എന്നീ 6 പേർ. അവന്റെ സഹോദരനായ ഏഷക്കന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലിഫലത്ത്. ഊലാമിന്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്. 1 ദിനവൃത്താന്തം അധ്യായം 9. ഇസ്രായേൽ ജനത്തിന്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലമിൽ പാർത്തവർ യൂദായുടെ മകനായ പേരസിന്റെ പുത്രന്മാരിൽ നിന്ന് ഉഥായ്. ഉഥായ് അമ്മിഹൂദിന്റെ പുത്രൻ. അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ. ഓമ്രി ഇമ്രിയുടെ പുത്രൻ. ഇമ്രി ബാനിയുടെയും പുത്രൻ. ഷേലായുടെ ആദ്യജാതൻ അസായായും അവന്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്ന് യൗവേലും ചാർച്ചക്കാരും. ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊദാവിയായുടെ മകനായ മെഷുല്ലാമിന്റെ മകൾ സല്ലു. യെറോഹാമിന്റെ മകൻ ഇബ്നയ. മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല. ഇബ്നിയായുടെ മകനായ റൗവേലിന്റെ മകൻ ഷഫാത്തിയായുടെ മകനായ മെഷുല്ലാം. ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യദായ, യഹോയാറിബ്, യാഖീൻ. ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ. അസറിയ ഹിൽക്കിയായുടെ പുത്രൻ.
ഹിൽക്കിയ മിഷുല്ലാമിൻ്റെ പുത്രൻ, അവൻ സാദോക്കിൻ്റെ പുത്രൻ. സാദോക്ക് മെറോയോത്തിൻ്റെ പുത്രൻ, അവൻ അഹിത്തൂബിൻ്റെ പുത്രൻ. മൽക്കിയായുടെ മകനായ പാഷൂറിൻ്റെ മകൻ യെറോഹമിൻ്റെ മകൻ അദായ. ഇമ്മറിൻ്റെ മകൻ മെഷുല്ലേമിത്തിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകൻ യഹുസറായുടെ മകനായ അഫിയേലിൻ്റെ മകൻ മാസായ്. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ അസ്രിഖാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷമായ, ബക്ബാക്കർ, ഹേറഷ്, ഗലാൽ. ആസാഫിൻ്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ. യദുഥൂനിൻ്റെ മകൻ ഗലാലിൻ്റെ മകനായ ഷെമായയുടെ മകൻ ഒബാദിയ. നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനായുടെ മകനായ ആസായുടെ മകൻ ബറേഖിയ. ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽക്കാവൽക്കാരായിരുന്നു. ഷല്ലൂം ആയിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിൻ്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിൻ്റെ മകൻ എബിയാസാഫിൻ്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കോറാഹിരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരും ആയിരുന്നു. എലയാസറിൻ്റെ മകനായ ഫിനെഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെഷലേമിയായുടെ മകൻ സഖറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിൻ്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സാമുവേലും ആണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരായി. 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തുരുക്കം, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ഷല്ലൂമിൻ്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്യായ്ക്ക് ആയിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യ അപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാനശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറൂസലമിൽ പാർത്തു വന്നു. ഗിബെയോന്റെ പിതാവായ ജയ്യേൽ ഗിബെയോനിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ. ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, ഖിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സഖറിയ, മിക്ലോത്ത്. മിക്ലോത്തിന്റെ മകൻ ഷിമയാം. ഇവർ ജെറൂസലമിൽ
തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തു വന്നു. നേറിന്റെ മകൻ കിഷ്, കിഷിന്റെ മകൻ സാവൂൾ. സാവൂളിന്റെ പുത്രന്മാർ യോനാഥാൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. യോനാഥാന്റെ പുത്രൻ മെരിബാൽ, മെരിബാലിന്റെ പുത്രൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തഹ്റയ, ആഹാസ്. ആഹാസിന്റെ പുത്രൻ യാറ. യാറായുടെ പുത്രന്മാർ അലേമത്ത്, അസ്മാവത്ത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റഫായ, ഇലയാസ, ആസേൽ. ആസേലിന് അസ്രിക്കാം, ബോക്കരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 10. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പിന്തിരിഞ്ഞോടിയ ഇസ്രായേല്യർ ഗിൽബോവ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് യോനാഥാൻ, അബിനാദാബ്, മെൽക്കിഷുവ എന്നിവരെ വധിച്ചു. സാവൂളിന് ചുറ്റും യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അവനെ അമ്പെയ്ത് മുറിപ്പെടുത്തി. സാവൂൾ തൻ്റെ ആയുധവാഹകനോട്, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. സാവൂൾ തൻ്റെ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണ് മരിച്ചു. അങ്ങനെ സാവൂളും 3 മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേല്യർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്ത്യർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്ത്യർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു, തല വെട്ടിയെടുത്തു, ആയുധങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്ത്യർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബെഷ് ഗിലെയാദിനുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരന്മാരായവർ ചെന്ന് സാവൂളിൻ്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബേഷിലേക്ക് കൊണ്ടുവന്നു. അസ്ഥികൾ യാബേഷിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സാവൂളിൻ്റെ മരണത്തിന് കാരണം. അവൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. സാവൂൾ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജെസയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു. Chapter 6. The sons of Levi were Gershon, Kohath, and Merari. The sons of Gershon were named Libni and Shimei. The sons of Kohath were Amram, Ishar, Hebron, and Uziel. The sons of Merari were Malai and Mushai. The following were the clans of Levi, distributed according to their ancestors: of Gershon, his son Libni, whose son was Jahath, whose son was Zima, whose son was Joah, whose son was Edo, whose son was Zerah, whose son was Jetherai. The descendants of Kohath were his son Aminadab, whose son was Korah, whose son was Asir, whose son was Elkanah, whose son was Abiasaph, whose son was Asir, whose son was Tehath, whose son was Uriel, whose son was Uzziah, whose son was Shaul. The sons of Elkanah were Amasai and Ahimoth,
whose son was Elkanah, whose son was Zophai, whose son was Nahath, whose son was Eliab, whose son was Jeroham, whose son was Elkanah, whose son was Samuel. The sons of Samuel were Joel, the firstborn, and Abijah the second. The descendants of Merari were Malai, whose son was Libni, whose son was Shimei, whose son was Uzzah, whose son was Shemiah, whose son was Haggiah, whose son was Asaiah. The following were entrusted by David with the choir services in the Lord's house from the time when the ark had obtained a permanent resting place. They served as singers before the dwelling of the meeting tent until Solomon built the temple of the Lord in Jerusalem, and they performed their services in an order prescribed for them. Those who so performed are the following, together with their descendants. Among the Kohathites, Heman the chanter, son of Joel, son of Samuel, son of Elkanah, son of Jeroham, son of Eliel, son of Toah, son of Zuth, son of Elkanah, son of Mehath, son of Amasai, son of Elkanah, son of Joel, son of Azariah, son of Zephaniah, son of Tehath, son of Asir, son of Abiasaph, son of Korah, son of Ishar, son of Kohath, son of Levi, son of Israel. His brother Asaph stood at his right hand. Asaph was the son of Berechiah, son of Shimei, son of Michael, son of Beasaiah, son of Malchijah, son of Ethni, son of Zerah, son of Adaiah, son of Ethan, son of Zimmah, son of Shimei, son of Jahath, son of Gershon, son of Levi. Their brothers, the Merarites, stood at the left. Ethan, son of Kishai, son of Abdai, son of Maluk, son of Hashabiah, son of Amaziah, son of Hilkiah, son of Amzai, son of Bani, son of Shemer, son of Malai, son of Mushai, son of Merari, son of Levi. Their brother Levites were appointed to all other services of the dwelling of the house of God. However, it was Aaron and his descendants who burnt the offerings on the altar of holocausts and on the altar of incense. They alone had charge of the Holy of Holies and of making atonement for Israel, as Moses the servant of God had ordained. These were the descendants of Aaron, his son Eleazar, whose son was Phinehas, whose son was Abishua, whose son was Bukai, whose son was Uzai, whose son was Zerahiah, whose son was Meraioth, whose son was Amariah, whose son was Ahitub, whose son was Zadok, whose son was Ahimaaz. The following were their dwelling places to which their encampment was limited. To the descendants of Aaron, who belonged to the clan of the Kohathites, since the first lot fell to them, was assigned Hebron with its adjacent pasture lands in the land of Judah, although the open country and the villages belonging to the city had been given to Caleb, the son of Jephunneh. There were assigned to the descendants of Aaron, Hebron, a city of asylum, Libnah with its pasture lands, Jatir with its pasture lands, Eshtemoa with its pasture lands, Holon with its pasture lands, Debir with its pasture lands, Ashan with its pasture lands, Jetah with its pasture lands, and Beth Shemesh with its pasture lands. Also from the tribe of Benjamin, Gibeon with its pasture lands, Geba with its pasture lands, Almon with its pasture lands, Anathoth with its pasture lands. In all they had 13 cities with their pasture lands. The Israelites assigned these cities with their pasture lands to the Levites, designating them by name, and assigning them by lot from the tribes of the Judahites, Simeonites, and Benjaminites. The other Kohathites obtained 10 cities by lot for their clans from the tribe of Ephraim, from the tribe of Dan, and from the half-tribe of Manasseh. The clans of the Gershonites obtained 13 cities from the tribes of Issachar, Asher, and Naphtali, and from the half-tribe of Manasseh in Bashan. The clans of the Merarites obtained 12 cities by lot from the tribes of Reuben, Gad, and Zebulun. The clans of the Kohathites obtained cities by lot from the tribe of Ephraim. They were assigned Shechem in the mountain region of Ephraim, a city of asylum, with its pasture lands, Gezer with its pasture lands, Kibzaim with its pasture lands, and Beth-horon with its pasture lands. From the tribe of Dan, Eltikeh with its pasture lands, Gibbethon with its pasture lands, Aijalon with its pasture lands, and Gath-rimmon with its pasture lands. From the tribe of Manasseh, Teanach with its pasture lands, and Ibleam with its pasture lands.
These belonged to the rest of the Kohathite clan. The clans of the Gershonites received from the half-tribe of Manasseh Golan in Bashan with its pasture lands, and Ashtaroth with its pasture lands. From the tribe of Issachar, Kedesh with its pasture lands, Dabarath with its pasture lands, Ramoth with its pasture lands, and En-Ganim with its pasture lands. From the tribe of Asher, Meshal with its pasture lands, Abdon with its pasture lands, Hilkath with its pasture lands, and Rehob with its pasture lands. From the tribe of Naphtali, Kedesh and Galilee with its pasture lands, Hammon with its pasture lands, and Kiriathaim with its pasture lands. The rest of the Merarites received from the tribe of Zebulun, Jokneam with its pasture lands, Karta with its pasture lands, Rimmon with its pasture lands, and Tabor with its pasture lands. Across the Jordan at Jericho, that is, east of the Jordan, they received from the tribe of Reuben, Bezer in the desert with its pasture lands, Jaza with its pasture lands, Kedemoth with its pasture lands, and Mephaath with its pasture lands. From the tribe of Gad, Ramoth in Gilead with its pasture lands, Mahanaim with its pasture lands, Heshbon with its pasture lands, and Jazer with its pasture lands. Chapter 7. The sons of Issachar were Tola, Puah, Jashub, and Shimron, 4. The sons of Tola were Uzai, Rephaiah, Jeriel, Jamai, Ibsam, and Shemuel, warrior heads of the ancestral houses of Tola. Their kindred numbered 22,600 in the time of David. The sons of Uzai, Izarahiah. The sons of Izarahiah were Michael, Obadiah, Joel, and Ishai. All 5 of these were chiefs. Their kindred by ancestral houses numbered 36,000 men in organized military troops, since they had more wives and sons than their fellow tribesmen. In all the clans of Issachar there was a total of 87,000 warriors in their family records. The sons of Benjamin were Bela, Becher, and Jediel, 3. The sons of Bela were Esbon, Uzai, Uziel, Jeremoth, and Eri, 5. They were heads of their ancestral houses and warriors. Their family records listed 22,034. The sons of Becher were Zimara, Joash, Eliezer, Elionai, Omri, Jeremoth, Abijah, Anathoth, and Alemeth. All these were sons of Becher. Their family records listed 20,200 of their kindred, who were heads of their ancestral houses and warriors. The sons of Jediel, Bilhan. The sons of Bilhan were Jeush, Benjamin, Ehud, Kenaanah, Zethan, Tarshish, and Ahishahar. All these were descendants of Jediel, heads of ancestral houses and warriors. They numbered 17,200 men fit for military service, Shupham and Hupham. The sons of Dan, Hushim. The sons of Naphtali were Jaziel, Gunai, Jezer, and Shallum. These were descendants of Bilhah. The sons of Manasseh, whom his Aramean concubine bore, she bore Machir, the father of Gilead. Machir took a wife whose name was Maacah. His sister's name was Moleketh. Manasseh's second son was named Zelophehad, but to Zelophehad only daughters were born. Maacah, Machir's wife, bore a son, whom she named Peresh. He had a brother named Sheresh, whose sons were Ulam and Rekem. The sons of Ulam, Bedan. These were the descendants of Gilead, the son of Machir, the son of Manasseh. His sister Moleketh bore Ishhad, Abiezer, and Mala. The sons of Shemida were Ahian, Shechem, Likai, and Aniam. The sons of Ephraim, Shuthelah, whose son was Bered, whose son was Tehath, whose son was Eliada, whose son was Tehath, whose son was Zabad. Ephraim's son Shuthelah and Ezer and Eliad, who were born in the land, were slain by the inhabitants of Gath, because they had gone down to take away their livestock. Their father Ephraim mourned a long time, but after his kinsman had come and comforted him, he visited his wife, who conceived and bore a son, whom he named Beriah, since evil had befallen his house. He had a daughter, Shirah, who built lower and upper Beth-horon, and Uzen-Shirah. Zabad's son was Ripha, whose son was Resheph, whose son was Tela,
whose son was Tehan, whose son was Ladan, whose son was Amihud, whose son was Elishama, whose son was Nun, whose son was Joshua. Their property and their dwellings were in Bethel and its towns, Naaran to the east, Gezer and its towns to the west, and also Shechem and its towns as far as Ayah and its towns. Manasseh, however, had possession of Bethshean and its towns, Taanach and its towns, Megiddo and its towns, and Dor and its towns. In these dwelt the descendants of Joseph the son of Israel. The sons of Asher were Imnah, Lishvah, Ishvai, and Beriah. Their sister was Sarah. Beriah's sons were Heber and Malchiel, who was the father of Birzaith. Heber became the father of Japhlet, Shomer, Hotham, and their sister Shua. The sons of Japhlet were Pasach, Bimhal, and Ashvath. These were the sons of Japhlet. The sons of Shomer were Achai, Roga, Jehubah, and Aram. The sons of his brother Hotham were Jophah, Imnah, Sheleth, and Amal. The sons of Jophah were Suah, Harnefer, Shual, Birai, Imrah, Bezer, Hod, Shammah, Shilsha, Uthran, and Bera. The sons of Jether were Jephunneh, Pispa, and Ara. The sons of Ulah were Ara, Haniel, and Rizia. All these were descendants of Asher, heads of ancestral houses, distinguished men, warriors, and chiefs among the princes. Their family records numbered 26,000 men fit for military service. Chapter 8. Benjamin became the father of Bela, his firstborn, Ashbel, the second son, Ahara, the third, Noah the fourth, and Repha the fifth. The sons of Bela were Adar and Gera, the father of Ehud. The sons of Ehud were Abishua, Naaman, Ahoah, Gera, Shephuphan, and Huram. These were the sons of Ehud, family heads over those who dwelt in Geba, and were deported to Manahath. Also Naaman, Ahijah, and Gera. The last who led them into exile became the father of Uzzah and Ahihud. Sheharaim became a father on the Moabite plateau after he had put away his wives Hushim and Baara. By his wife Hodesh he became the father of Jobab, Zibiah, Misha, Malcham, Jeuz, Sakiah, and Mirma. These were his sons, family heads. By Hushim he became the father of Abitub and Elpeal. The sons of Elpeal were Eber, Misham, Shemed, who built Ono and Lod with its nearby towns, Beriah, and Shema. They were family heads of those who dwelt in Aijalon, and they put the inhabitants of Gath to flight. Their brethren were Elpeal, Sheshach, and Jeremoth. Zebadiah, Arad, Eder, Michael, Ishpa, and Joha were the sons of Beriah. Zebadiah, Meshulam, Hiskai, Heber, Ishmerai, Isliah, and Jobab were the sons of Elpeal. Jachim, Zikrai, Zabdai, Elenai, Zilithai, Eliel, Adaiah, Beriah, and Shimrath were the sons of Shimei. Ishpan, Eber, Eliel, Abdon, Zikrai, Hanan, Hananiah, Elam, Anthothijah, Ifdeiah, and Penuel were the sons of Sheshach. Shamsherai, Shehariah, Athaliah, Jaashiah, Elijah, and Zikrai were the sons of Jeroham. These were family heads over their kindred, chiefs who dwelt in Jerusalem. In Gibeon dwelt Jael, the founder of Gibeon, whose wife's name was Maacah, also his firstborn son Abdon, and Zur, Kish, Baal, Ner, Nadab, Gedor, Ahio, Zikr, and Mikloth. Mikloth became the father of Shimeah. These two dwelt with their relatives in Jerusalem opposite their fellow tribesmen. Ner became the father of Kish, and Kish became the father of Saul. Saul became the father of Jonathan, Malchishua, Abinadab, and Eshbaal. The sons of Jonathan were Merib-Baal, and Merib-Baal became the father of Micah. The sons of Micah were Pithon, Melech, Tariah, and Ahaz. Ahaz became the father of Jehoiada, and Jehoiada became the father of Alameth, Asmaveth, and Zimri. Zimri became the father of Moza. Moza became the father of Bineah, whose son was Rapha, whose son was Eleasah, whose son was Azel.
Azel had 6 sons whose names were Azrikam, his firstborn, Ishmael, Shiriah, Azariah, Obadiah, and Hanan. All these were the sons of Azel. The sons of Eshek, his brother, were Ulam, his firstborn, Jeush, the second son, and Eliphalet the third. The sons of Ulam were combat archers, and many were their sons and grandsons, 150. All these were the descendants of Benjamin. Chapter 9. Thus all Israel was inscribed in its family records, which are recorded in the book of the kings of Israel. Now Judah had been carried in captivity to Babylon because of its rebellion. The first to settle again in their cities and dwell there were certain lay Israelites, the priests, the Levites, and the temple slaves. In Jerusalem lived Judahites and Benjaminites, also Ephraimites and Manasseites. Among the Judahites was Uthai, son of Ammihud, son of Omri, son of Imri, son of Bani, one of the descendants of Perez, son of Judah. Among the Shilonites were Asaiah, the firstborn, and his sons. Among the Zerahites were Jeuel and 690 of their brethren. Among the Benjaminites were Salu, son of Meshulam, son of Hodaviah, son of Hasanuah, Ibnei, son of Jehoram, Elah, son of Uzai, son of Mikrai, Meshulam, son of Shephatiah, son of Reuel, son of Ibnijah. Their kindred of various families were 956. All those named were heads of their ancestral houses. Among the priests were Jedaiah, Jehoiarib, Jachin, Azariah, son of Hilkiah, son of Meshulam, son of Zadok, son of Meraioth, son of Ahitub, the ruler of the house of God, Adaiah, son of Jeroham, son of Pashur, son of Malchijah, Maasai, son of Adiel, son of Jazirah, son of Meshulam, son of Meshillemith, son of Immer. Their brethren, heads of their ancestral houses, were 1,760, valiant for the work of the service of the house of God. Among the Levites were Shemaiah, son of Hashub, son of Azrikam, son of Hashabiah, one of the descendants of Merari, Bakbakar, Hiresh, Galal, Mattaniah, son of Micah, son of Zichri, a descendant of Asaph, Obadiah, son of Shemaiah, son of Galal, a descendant of Jeduthun, and Berechiah, son of Asa, son of Elkanah, whose family lived in the villages of the Netophathites. The gatekeepers were Shallum, Akub, Talmon, Ahiman, and their brethren. Shallum was the chief. Previously they had stood guard at the king's gate on the east side. Now they became gatekeepers for the encampments of the Levites. Shallum, son of Kore, son of Abiasaph, a descendant of Korah, and his brethren of the same ancestral house of the Korathites, had as their assigned task the guarding of the threshold of the tent, just as their fathers had guarded the entrance to the encampment of the Lord. Phinehas, son of Eleazar, had been their chief in times past. The Lord be with him. Zechariah, son of Meshelemiah, guarded the gate of the meeting tent. In all, those who were chosen for gatekeepers at the threshold were 212. They were inscribed in the family records of their villages. David and Samuel the seer had established them in their position of trust. Thus they and their sons kept guard over the gates of the house of the Lord, the house which was then a tent. The gatekeepers were stationed at the 4 sides, to the east, the west, the north, and the south. Their kinsmen who lived in their own villages took turns in assisting them for 7-day periods, while the 4 chief gatekeepers were on constant duty. These were the Levites who also had charge of the chambers and treasures of the house of God. At night they lodged about the house of God, for it was in their charge, and they had the duty of opening it each morning. Some of them had charge of the liturgical equipment, tallying it as it was brought in and taken out. Others were appointed to take care of the utensils and all the sacred vessels, as well as the fine flour, the wine, the oil, the frankincense, and the spices. It was the sons of priests, however, who mixed the spiced ointments. Mattithiah, one of the Levites, the firstborn of Shallum the Korahite, was entrusted with preparing the cakes. Benaiah the Kohathite, one of their brethren, was in charge of setting out the showbread each Sabbath. These were the chanters and the gatekeepers, family heads over the Levites.
They stayed in the chambers when free of duty, for day and night they had to be ready for service. These were the Levitical family heads over their kindred, chiefs who dwelt in Jerusalem. In Gibeon dwelt Jael, the founder of Gibeon, whose wife's name was Maacah. His firstborn son was Abdon. Then came Zur, Kish, Baal, Ner, Nadab, Gedor, Ahio, Zechariah, and Mikloth. Mikloth became the father of Shimeam. These two with their brethren dwelt opposite their brethren in Jerusalem. Ner became the father of Kish, and Kish became the father of Saul. Saul became the father of Jonathan, Malchishua, Abinadab, and Eshbaal. The son of Jonathan was Merib-Baal, and Merib-Baal became the father of Micah. The sons of Micah were Pithon, Melech, Tariah, and Ahaz. Ahaz became the father of Jehoiada, and Jehoiada became the father of Alameth, Asmaveth, and Zimri. Zimri became the father of Moza. Moza became the father of Bineah, whose son was Rephaiah, whose son was Eleasah, whose son was Azel. Azel had 6 sons, whose names were Azrikam, his firstborn, Ishmael, Shiriah, Azariah, Obadiah, and Hanan. These were the sons of Azel. Chapter 10. Now the Philistines were at war with Israel. The Israelites fled before the Philistines, and a number of them fell slain on Mount Gilboa. The Philistines pressed hard after Saul and his sons. When the Philistines had killed Jonathan, Abinadab, and Malchishua, sons of Saul, the whole fury of the battle descended upon Saul. Then the archers found him, and wounded him with their arrows. Saul said to his armor-bearer, "Draw your sword, and thrust me through with it, that these uncircumcised may not come and maltreat me." But the armor-bearer in great fear refused. So Saul took his own sword and fell on it. And seeing him dead, the armor-bearer also fell on his sword and died. Thus with Saul and his 3 sons his whole house died at one time. When all the Israelites who were in the valley saw that Saul and his sons had died in the rout, they left their cities and fled. Thereupon the Philistines came and occupied them. On the following day, when the Philistines came to strip the slain, they found Saul and his sons where they had fallen on Mount Gilboa. They stripped him, cut off his head, and took his armor. These they sent throughout the land of the Philistines to convey the good news to their idols and their people. His armor they put in the house of their gods, but his skull they impaled on the temple of Dagon. When all the inhabitants of Jabesh-Gilead had heard what the Philistines had done to Saul, its warriors rose to a man, recovered the bodies of Saul and his sons, and brought them to Jabesh. They buried their bones under the oak of Jabesh, and fasted 7 days. Thus Saul died because of his rebellion against the Lord in disobeying his command, and also because he had sought counsel of a necromancer, and had not rather inquired of the Lord. Therefore the Lord slew him, and transferred his kingdom to David the son of Jesse.